കാണിക്കുന്നത് സാമ്പാർ പ്രീമിക്സ് ആണ്. പെട്ടെന്ന് 10-15 മിനിറ്റ്സിൽ സാമ്പാർ എങ്ങനെ റെഡിയാക്കാൻ ഞാൻ കാണിക്കാം. ആദ്യം ഒരു കപ്പ് സാമ്പാർ പരിപ്പ്, 1/4 കപ്പ് കടലപ്പരിപ്പും പിന്നെ മല്ലിയും പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവാവും ജീരകവും പിന്നെ റെഡ് ചില്ലി ആവശ്യത്തിന് പിന്നെ പുളി ആവശ്യത്തിന് പിന്നെ കായം പിന്നെ ഉപ്പ്. പിന്നെ ആദ്യം സാമ്പാർ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് അതൊന്ന് ഉണങ്ങണം. ഉണങ്ങിയ ശേഷം നമ്മളത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഒരു ചീഞ്ചട്ടി എടുക്കാം. നന്നായിട്ട് അത് സിമ്മിലാക്കിയിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു മണം വരേണ്ട വരയ്ക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൺ ദ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാം. അതൊക്കെ ഒന്നൊന്നായിട്ട് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ബിക്കോസ് ഒന്നൊന്നിൻ്റെ ഐറ്റം ഇത് ഫ്രൈയിങ് ടൈം ഡിഫർ ആവും. അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യും. സോ അങ്ങനെ ഞാൻ ഉലുവ എല്ലാം ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തു. പിന്നെ റെഡ് ചില്ലി ഡ്രൈ റോസ്റ്റ് ചെയ്തു. പിന്നെ പുളി വന്നിട്ട് കുറച്ച് ചെറുതായിട്ട് പിച്ചിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. പിന്നെ കുറച്ച് കറി ലീഫ് അതൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. സോ ഈ ഐറ്റംസ് ഒക്കെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കായം ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, ഉപ്പിടാം. അതൊക്കെ ഇതിൻ്റെ ചൂടാറിയ ശേഷം നമ്മളിത് പൗഡറാക്കി വെക്കണം. സോ ഇത് പൗഡറാക്കി വെച്ച ശേഷം നമുക്ക് എളുപ്പമാണ് സാമ്പാർ ഉണ്ടാക്കാൻ. ഇത് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വെജിറ്റബിൾസിലും ഇട്ടാൽ മതി. സോ ഇത് നമ്മൾ മോർണിംഗ് റഷിന് നമുക്ക് ടിഫിൻ പാക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഓഫീസ് പോകണം. ഈ മെട്രോ സിറ്റീസിലൊക്കെ ഉണ്ടാകുമ്പോൾ 9 മണി ഓഫീസിൽ നമ്മൾ 7 മണിക്ക് വീട്ടിൽ പോകണം. അപ്പം ആ സമയത്ത് നമുക്ക് എലാബറേറ്റ് ആയിട്ട് നമുക്ക് കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതുമാതിരി നമ്മൾ രാവിലെ ഉണ്ടാക്കും. ഇങ്ങനെ പ്രീമിക്സ് റെഡി ആയ നമുക്ക് ജസ്റ്റ് മോർണിംഗ് അപ്പുറത്ത് നമുക്ക് ഇഡലിയോ ദോശയോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് 10-15 മിനിറ്റ്സിൽ നമുക്ക് സാമ്പാറും റെഡിയാവും. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിലത്തെ ഭക്ഷണം തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കണം. സോ ഇങ്ങനെ പ്രീമിക്സ് റെഡിയാക്കിയ 2-3 months വരെയും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു പ്രീമിക്സ് വെച്ചിട്ട് ഞാൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നു. ആദ്യം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ബോയിൽ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ്, റാഡിഷ്, പൊട്ടാറ്റോ, ടൊമാറ്റോ ആൻഡ് സ്മോൾ ഓണിയൻ. പിന്നെ ആവശ്യത്തിന് നമുക്ക് എത്ര സാമ്പാർ വേണം അതുമാതിരി നമുക്ക് ആ പൗഡർ എടുത്തിട്ട് ചുടുവെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് മാതിരി ആക്കാം. സോ ഇത് വന്നിട്ട് ബാച്ചിലേഴ്സിനും പിന്നെ നമുക്കും ഓഫീസ് ഗോവേഴ്സിനും നമുക്ക് ഈവനിങ് വന്നിട്ട് കുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ കുക്ക് ചെയ്യണമെന്ന് നമുക്കിത് ട്രൈ ചെയ്യാം. സോ ഇപ്പൊ ആ സാമ്പാർ പൗഡറിന്റെ പേസ്റ്റ് നമുക്ക് ഇതിലിട്ടിട്ട് കഴിഞ്ഞു. പിന്നെ അവസാനം കൊത്തമല്ലി ഇടാം. സോ സാമ്പാർ റെഡിയായി. വിതിൻ 10-15 മിനിറ്റ്സ് സാമ്പാർ റെഡിയാകും. കുക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പരിപ്പൊന്നും ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കും പിന്നെ പെണ്ണുങ്ങൾക്കും നമുക്ക് ഇപ്പൊ എപ്പോഴും നാട്ടിലേക്ക് തന്നെ പോകേണ്ട ആവശ്യം വരും. നമുക്ക് ട്രാവലിംഗ് ഉണ്ടാവുമ്പോൾ നമുക്ക് വീട്ടിലുള്ള ആണുങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ജസ്റ്റ് വെജിറ്റബിൾ ബോയിൽ ചെയ്തിട്ട് ഈ ഒരു പൗഡർ ഇടേ വേണ്ടു. സാമ്പാറും റെഡിയായി. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.